മാർക്സ് ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ വർഗാധിപത്യത്തെ കാണുന്നത് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലെ ഭരണകൂടം, അത് ബൂർഷ്വാസ് ജനാധിപത്യ ഭരണകൂടം ആകട്ടെ, അതിൽ ഇൻഹറൻ്റായ വയലൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ജനാധിപത്യത്തിൻ്റെ ഇപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു ബൂർഷ്വാ ജനാധിപത്യം ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും അതിൻ്റെ അടിസ്ഥാനത്തിലാക്കിയില്ല. അതായത് അസമത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഘടനയെ ഇൻഹറൻ്റായി നിലനിർത്തിക്കൊണ്ടാണ് ലോകത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും നിലനിന്നത്. അപ്പോൾ ജനാധിപത്യത്തിനകത്തുള്ള ഈ ഹിംസാത്മകമായ ചൂഷണത്തെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. ഇവിടെ ഹിംസ എന്ന് പറയുന്നതിന് നമ്മൾ കാണേണ്ടത് സിസ്റ്റമിക് വയലൻസ് ആണ്, പേഴ്സണൽ വയലൻസ് അല്ല. ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പണ്ട് പറഞ്ഞൊരു രസമുള്ള ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഒരു ഓഹരി കമ്പോളത്തിൽ 5 പോയിൻറ്റോ 50 പോയിൻറ്റോ കുറയുമ്പോൾ അത് വലിയ വാർത്തയാവുകയും എന്നാൽ കയറി കിടക്കാൻ വീടില്ലാത്ത ഒരാൾ തെരുവിൽ കിടന്ന് മരിക്കുമ്പോൾ അത് വാർത്തയല്ലാതാവുകയും ചെയ്യുന്നതും ഹിംസയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നെല്ലാം പറയുന്നതിൽ ഇൻഹറൻ്റായ ഒരു വയലൻസ് ഉണ്ട്. അത് എന്താണ്? ലിബർട്ടി എന്ന് പറയുന്നതിന് സമീർ അമീൻ പറയുന്നത് പോലെ എന്തിനുള്ള സ്വാതന്ത്ര്യം? ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, നോട്ട് ഫോർ ഫ്രറ്റേണിറ്റി, നോട്ട് ഫോർ ഇക്വാലിറ്റി. ലിബർട്ടി ഉണ്ട് എന്തിനാണ്? എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ, എല്ലാവർക്കും സ്വത്ത് സമ്പാദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ എല്ലാവർക്കും സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ ബൂർഷ്വാ ജനാധിപത്യം, അംബേദ്കർ അടക്കമുള്ള ആളുകൾ ആദർശപരമായി കാണുന്ന ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇൻഹറൻ്റായൊരു വയലൻസ് ഉണ്ടെന്നാണ് മാർക്സിസ്റ്റുകൾ കരുതുന്നത്.